ആർളം ഫാമിലെ തൊഴിലാളിയായിരുന്ന അനീഷിന്റെ ഫാമിലെ ഇഞ്ചിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടുമുറ്റത്താണ് ഈ സംഭവം നടക്കുന്നത്. പുലർച്ചെ 4:30 കൂടിയാണ് ആന ഈ ഭാഗത്തേക്ക് വന്നതെന്നുള്ളതാണ് ഇവിടെയുള്ള പരിസരവാസികൾ പറയുന്നത്. താഴെയുള്ള ഭാഗത്ത് നിന്ന് ആനയെ കണ്ടപ്പോൾ അവിടെ നിന്ന് RRTയും വനംവകുപ്പ് അധികൃതരും ചേർന്ന് ആനയെ അവിടുന്ന് ഓടിച്ചു വിടുകയായിരുന്നു. അത് തിരിച്ച് ഈ ഭാഗത്തേക്ക് വന്ന് ഇത് ഈ വീടിന്റെ പുറകു ഭാഗത്ത് നിൽക്കുന്ന സ്ഥലത്താണ് വനമുള്ളത്. ആ ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അനീഷിന്റെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. അനീഷാണെങ്കിൽ വീട്ടിൽ നിന്ന് മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിലാണ് ആന ഇവിടെ എത്തുകയും ഇവിടെ വെച്ച് ആന അനീഷിനെ പിടികൂടുകയും ചെയ്തത്. തുടർന്ന് ഇവിടെ തന്നെ ഇട്ടാണ് ആന ആക്രമിച്ചത് എന്നുള്ളതാണ് ഈ സംഭവം കണ്ടവരുൾപ്പെടെയുള്ളവർ പറയുന്നത്. വലിയ തരത്തിലുള്ള ശബ്ദം, ആനയുടെ അലർച്ചയും അതുപോലെ തന്നെ അനീഷിന്റെ കരച്ചിലും വീട്ടുകാരുൾപ്പെടെയുള്ളവർ, അനീഷിന്റെ ഭാര്യയും ഇളയ കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. അവര് ഈ സംഭവം കണ്ട് അലറി വിളിക്കുകയായിരുന്നു. അങ്ങനെ താഴെയുള്ളവർ വിവരം അറിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം ആന കയറി വരുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ താഴെയുള്ള ഭാഗത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. വനം വകുപ്പ് അധികൃതർക്കും കുറെ നേരത്തേക്ക് അവരും ഇങ്ങോട്ട് വന്നിരുന്നില്ല. ഈ സംഭവം നടന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അനീഷിന്റെ ശരീരം ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം പേരാവൂരുള്ള താലൂക്ക് ആശുപത്രിയിലാണ് അനീഷിനെ എത്തിക്കുന്നത്. അവിടെ എത്തുന്ന ഘട്ടത്തിൽ അനീഷിന് ചെറുതായ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് പറ്റില്ല, പരിഹാരത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിഹാരത്തേക്ക് കൊണ്ടുപോയ ഘട്ടത്തിലാണ് മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ മേഖല, അതായത് ആർളം ഫാമിലി 10ാം ബ്ലോക്ക് ഉൾപ്പെടുന്ന മേഖല വനമേഖലയോട് ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം വലിയ രൂപത്തിൽ തന്നെ ഈ ഭാഗത്ത് ഉള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ തന്നെ നാട്ടുകാർ ഇവിടെ നിന്ന് തങ്ങളുടെ ജനവാസ മേഖല മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിനകത്തൊരു തീരുമാനമെടുക്കേണ്ട സർക്കാർ ഇതിനകത്ത് വലിയ തരത്തിൽ അത് ആവശ്യം പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്നതിനകത്ത് വനംവകുപ്പും സർക്കാർ അധികൃതർക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ആക്ഷേപമുള്ളത്. നമുക്ക് കാണാം, താഴത്ത് ആന കയറി വന്നത് ഈ ഭാഗത്തൂടെയാണ്. ഈ ഭാഗത്തൂടെ വന്ന് ഇവിടെയുള്ള അനീഷിന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു പ്ലാവിൽ നിന്ന് ചക്ക അടക്കം ആന പറിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുമുറ്റത്തേക്ക് ആന കയറിയത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. ഇവിടെ ഈ സ്ഥലത്ത് ചവിട്ടി ആന കയറിയതും ഒപ്പം തന്നെ ആ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചിട്ടതും ഒക്കെ കാണാം. വീടിന്റെ കയ്യാല ഇവിടെ ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. ആന കയറുന്ന ഘട്ടത്തിൽ പൊട്ടിയതാകാം എന്നുള്ളതാണ് പറയുന്നത്. പരിസരവാസിയായിട്ടുള്ള ഒരാളുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ എത്തിയിരുന്നു? നമ്മള് പടക്കം പിടിച്ചിട്ട് ഒച്ച എടുത്തിട്ട് ഇങ്ങോട്ട്. ഇത് എന്താണ് സംഭവിച്ചത്? ഇതിന്റെ അടുത്ത് ചക്ക ഒക്കെ പറിച്ചിട്ടുണ്ടല്ലേ? ചക്ക എല്ലാം പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാ വീടിനടുത്ത് തന്നെ ഒരു പ്ലാവിലേക്ക് ആന ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ആനയുണ്ടോ? പതിവാണോ? ആനയുണ്ട്. ഇത് ഇന്ന് രാവിലെ അനീഷിന്റെ വീട്ടിലേക്ക് ആന എത്തിയ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള എന്റെ അത്ര വ്യക്തത. കാർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓടി വന്നു. അങ്ങനെ വന്നിട്ട് പുള്ളി പുറകിലേക്ക് ഓടി വന്നിട്ട് പിടിച്ച ആന ഇവിടെ ചത്തിട്ട സമയത്ത് ഇവിടുന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ തന്നെ മരണപ്പെടുക. ശരീരം അങ്ങനെ ഇതായിരുന്നു, മൊത്തം ബ്ലഡായിരുന്നു തലയിൽ. ഏത് ഭാഗത്ത്? തലയിലാണോ ആക്രമണം നടന്നത്? ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. നെഞ്ചത്തൊക്കെ പരിക്കുണ്ടായിരുന്നു? നെഞ്ചത്തൊന്നും പരിക്കില്ല. അന്നേരം പുള്ളിയുടെ ചാച്ചൻ വന്നിട്ട് മൂടി വെച്ചിട്ടു. നാട്ടുകാരെത്തുമ്പോഴേക്കാണ് മരണപ്പെട്ടിരുന്നു. ഈ സംഭവം നടക്കുന്നത് 4:30 കൂടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയ ശേഷമാണ് ഇവിടെ നിന്ന് അനീഷിന്റെ ബോഡി കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനുള്ളത് കാട്ടാന ഇവിടുന്ന് ചവിട്ടി ഈ ഭാഗത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള മതിൽക്കെട്ട്, വീടിന്റെ മുറ്റത്തോട് ചേർന്നിട്ടുള്ള കെട്ട് പൊട്ടിയതാണ്. ആദ്യം പേരാവൂരിൽ കൊണ്ടുപോയ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാക്കും സംസ്കാരത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക. ഇപ്പോൾ അനീഷിന്റെ വീട്ടിൽ ബന്ധുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ഉന്നയിക്കുന്നൊരു പ്രധാന കാര്യം ഇതാണ്, അതായത് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നതിനകത്ത് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. വനമേഖലയിലടക്കം ജനങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇതിപ്പോൾ അനീഷിന്റെ കുടുംബമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലുള്ളത്. 2 കുട്ടികളാണ് അനീഷിനുള്ളത്. ഒരു കുട്ടി ഇതിനടുത്ത് തന്നെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ, അവിടെ റെസിഡൻഷ്യൽ സ്കൂളാണ്, അവിടെ താമസിക്കുന്നത്. ഭാര്യയും മറ്റൊരു ഇളയ കുട്ടിയാണ് ഈ വീട്ടിലുള്ളത്. അവർ ഈ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു.